സൂര്യഗായത്രിയിൽ നേതൃത്വം നൽകുന്ന 2000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഹനുമാൻ ചാലിസ പാരായണത്തിലേക്കും എല്ലാ സജ്ജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ ശ്രീരാമനോട് നന്ദി ഗ്രാമം പൂജിച്ച കാർഡുകളും വിവിധ ക്ഷേത്രങ്ങളിൽ ശ്രീരാമനത്ത് വാങ്ങിക്കൊണ്ട് സംരക്ഷിക്കുമെന്ന് 5100 ചില്ലാനം വർഷം മുമ്പേ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേ ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപഭാവമാണ് നരസിംഹമൂർത്തി. നരസിംഹമൂർത്തി എന്തിനു വേണ്ടി അവതരിച്ചു എന്നുള്ളത് നമുക്കറിയാം. അധാർമിക ശക്തികളെ ഇല്ലാണ്ടാക്കി ധർമ്മത്തിൽ ചരിക്കുന്ന ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള സാഹസത്തിനും ഞാൻ തയ്യാറാണെന്നുള്ള ഒരു ബോധം, അല്ലെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവതാരങ്ങളിൽ ഒന്നായ നരസിംഹാവതാരം അവതരിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഇത്തരം ഈശ്വരീയ ശക്തികളുടെ അനുഗ്രഹം ഇന്ന് കുറെ കാലങ്ങളായിട്ട് ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. നമ്മുടെ സമാജത്തിൽ വർദ്ധിച്ചു വരുന്ന അധാർമികമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ പൂർവികന്മാർ നമുക്ക് കൈമാറിത്തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതെല്ലാം നമ്മൾ കൈവിട്ട ഒരു ജീവിത വ്യവസ്ഥ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന, നമ്മുടെ സരസ്വതി ക്ഷേത്രമായി പൂജിച്ച നമ്മുടെ വിദ്യാലയങ്ങൾ പോലും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഇരുട്ടിൻ്റെ മറവിലുള്ള മാഫിയകളുടെ പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ചും മദ്യം, മയക്കുമരുന്നൊക്കെ ഇന്ന് ഏറ്റവും സുലഭമായി കിട്ടുന്ന കേന്ദ്രങ്ങളായിട്ട് സ്കൂൾ പരിസരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അവസ്ഥ, നമ്മുടെ യുവസമൂഹത്തിന് ഒരു ശോഭനമായ ഭാവി സ്വപ്നം കാണാൻ സാധിക്കാത്ത തരത്തിൽ കേരളത്തിൻ്റെ സാമാജിക അന്തരീക്ഷം മലിനപ്പെട്ട അവസ്ഥ, വൃദ്ധസദനങ്ങൾ ഓരോ പഞ്ചായത്തിൽ തോറും ഉയർന്നു വരുന്ന ദാരുണമായ കാഴ്ച, ഏറ്റവും അധികം കുടുംബ ബന്ധങ്ങളിൽ അന്തഛിദ്രങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ, ഏറ്റവും അധികം വിവാഹമോചനങ്ങളും ആത്മഹത്യകളും പെരുകുന്നത് ഏത് സമുദായത്തിലാണ് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ അത് ഹിന്ദു സമൂഹത്തിലാണ്. കൃത്യമായി സർക്കാരിൻ്റെ വിവരാവകാശ രേഖപ്രകാരം ലഭിച്ച റിപ്പോർട്ട് പ്രകാരം തന്നെ കേരളത്തിലെ ആത്മഹത്യയിൽ ഒരു വർഷത്തിൽ 70% സംഭവിക്കുന്നത് ഹിന്ദു കുടുംബങ്ങളിലാണ്. കൃഷ്ണ ഹരേ